ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലൂടെ സ്നേഹം മുറിവാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം 8-ാം അധ്യായത്തിൻ്റെ നമ്മൾ ആദ്യം വായിക്കുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആളുകൾ കൊണ്ടുവരുന്ന സംഭവത്തിന് തുടർച്ചയാണ്. കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നവരോട് നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയാൻ അനുവാദം കൊടുത്തു. ഇങ്ങനെ ഈശോ അവരുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കുകയാണ്. ആ സ്ത്രീയെ പോലെ തങ്ങളും പാപത്തിലാണെന്ന് തിരിച്ചറിവ് കൊടുത്തുകൊണ്ട് അവനവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് തുറന്നു കൊടുത്തു. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്താണ് ഈ പ്രകാശമെന്നൊക്കെ പറയുമ്പോൾ, കുറവുണ്ടെന്നറിയുമ്പോൾ എന്നെ സ്നേഹിക്കാനൊരു ദൈവമുണ്ടെന്നതിൻ്റെ തിരിച്ചറിവാണ് വെളിച്ചമെന്ന് പറയുന്നത്. ഒരാൾ വെളിച്ചത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ കുറവും എൻ്റെ ബലഹീനതകളൊക്കെ അറിയുമ്പോൾ എന്നെ സ്നേഹിക്കുവാനായിട്ട് എനിക്കൊരു ദൈവമുണ്ടെന്ന് ഏറ്റുപറയുമ്പോഴാണ് ഞാനും നിങ്ങളും വെളിച്ചത്തിലായിരിക്കുക. എന്നാൽ ഈശോ ഇത് പറയുമ്പോൾ യഹൂദർ അവനെ അംഗീകരിക്കുന്നില്ല. അവിടെ ഈശോ 2 തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് താഴെ നിന്നുള്ളവര്. ഈശോ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്. എന്താണ് താഴെ നിന്നുള്ള മനുഷ്യരുടെ പ്രത്യേകത? മറ്റൊരാളുടെ സങ്കടത്തിൽ അയാൾ സങ്കടപ്പെടുന്നത് കാണാൻ കഴിയാതെ കുറവുകൾ മാത്രം തിരിച്ചറിയുക. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വീണുപോയ ഒരാൾ സങ്കടപ്പെടുമ്പോൾ ആ വീഴ്ചയിൽ അയാൾ അനുഭവിക്കുന്ന വേദനയും സങ്കടവും തിരിച്ചറിയാതെ ആ വേദനയെ ആഘോഷിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീണുപോയവൻ്റെ ഒരു വല്ലാത്ത സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞതല്ല, 100 ആടുള്ള ഒരാൾ നഷ്ടപ്പെട്ടു പോയത് 1 മാത്രമാണ്. എന്നാൽ ആ നഷ്ടപ്പെട്ടതിനെ അവൻ തേടി നടക്കുക. എന്തുകൊണ്ടാണ്? അവനറിയാം നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ വേദന ആ ആടനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ട്. അതുകൊണ്ടാണ് അവൻ തേടി പോകുന്നത്. 2ാമത്തെ കുട്ടിയെ കുറിച്ച് ഈശോ പറഞ്ഞു, അത് ഉന്നതത്തിൽ നിന്നുള്ളവനാണ്. അത് ഈശോയെ കുറിച്ചാണ് പറയുന്നത്. എന്താണത്? അതവനാണ് ഈ കുറവുള്ളവനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ. ഈശോ വെളിപ്പെടുത്തി തരികയാണ്, അവന്റെ സ്നേഹത്തിന്റെ നിറവെന്ന് പറയുന്നത് മനുഷ്യന്റെ സങ്കടങ്ങൾ അറിയുമ്പോൾ, സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുമ്പോൾ, വേദനിക്കപ്പെടുമ്പോൾ ഇങ്ങനെ നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ഞാനുണ്ടെന്ന് ഉറപ്പിന്റെ പേരാണ് ഉന്നതത്തിൽ നിന്നുള്ള മനുഷ്യനെന്നൊക്കെ പറയുന്നത്. ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന അങ്ങനെയാണ്. മുറിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ വെളിപ്പെടുത്തിയത്. ഒരുപാട് അത്ഭുതങ്ങൾ അവൻ പ്രവർത്തിച്ചു. ഒരത്ഭുതത്തിന് ശേഷവും ഈശോ പറഞ്ഞില്ല, ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ നിങ്ങളൊക്കെ എന്നെ വിശ്വസിക്കുമെന്ന്. അവൻ പറഞ്ഞില്ല. ഒറ്റ കാര്യത്തിൽ അവൻ പറഞ്ഞു, ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഭൂമിക്ക് കൊടുത്ത അടയാളം അതാണ്. അവന്റെ സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലിൻ്റെയും അടയാളമെന്ന് ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്നതാണ്. കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കും. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് വിളമ്പെത്തുന്ന അപ്പം ഒരടയാളമല്ല, അതൊരു തിരിച്ചറിവ് പോലുമല്ല. അപ്പം ഭക്ഷിച്ചവരാരും അവനെ തിരിച്ചറിഞ്ഞില്ല. രോഗസൗഖ്യങ്ങൾ നിങ്ങളാർക്കും വിശ്വാസത്തിന്റെ വഴികളല്ല, അത് വെറും അടയാളങ്ങൾ മാത്രമാണ്. വിശ്വാസത്തിന്റെ അടയാളം അത് കുരിശിന്റെ വെളിപ്പെടുത്തലാണ്. എന്താണ് കുരിശിൽ ക്രിസ്തു വെളിപ്പെടുത്തി തരുന്നത്? അവൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, എൻ്റെ മുറിവുകൾ നിങ്ങളോടുള്ള സ്നേഹമാണ്. എൻ്റെ മുറിവെന്ന് പറയുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് മുറിവ്. അതുകൊണ്ടാണ് അവൻ മുറിവുകളൊക്കെ തിരുമുറിവാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മുടെ കാലഘട്ടം കടന്നു പോകുന്ന ഒരു സങ്കടം ഇതാണ്, സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരുടെയൊക്കെ ഒരു സങ്കടം അതായിരിക്കുമല്ലേ? മക്കള് സ്നേഹം തിരിച്ചറിയുന്നില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിട്ട് അവർ തിരിച്ചറിയാതെ പോവുകയാണ് നിങ്ങളുടെ സ്നേഹം. എന്തേ മക്കൾ ഇങ്ങനെ തിരിച്ചറിയാതെ പോകുന്നു?
തേടിക്കൊടുത്തത് കൊണ്ടൊന്നും ആരും സ്നേഹം തിരിച്ചറിയില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം തേടി വെച്ചാലും അവർ നിങ്ങളെ തിരിച്ചറിയില്ല. മറിച്ച് ഇത് തേടി വെക്കാനായിട്ട് നിങ്ങൾ നടന്നൊരു വഴിയുണ്ട്. നിങ്ങളുടെ ത്യാഗത്തിന്റെ, നിങ്ങളുടെ വേദനയുടെ, മുറിപ്പെട്ടതിന്റെ കുറെ വഴികളുണ്ട്. ഈ വഴികൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് പറ്റൂ. സ്നേഹം തിരിച്ചറിയണമെങ്കിൽ ആ സ്നേഹം നടന്നുപോയ വഴികൾ അറിയണം. അതാണ് കുരിശെന്ന് പറയുന്നത്. രക്ഷയിലേക്ക് നമ്മളെ നയിക്കുവാൻ അവൻ കടന്നുപോയ വഴിയാണ് കുരിശിന്റെ വഴി. കുരിശവന് തന്നെ തന്നെ മുറിച്ചു കൊടുക്കാനും പകുത്തു കൊടുക്കാനുമുള്ള സ്നേഹത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് കുടുംബങ്ങളിൽ ഇനി മാതാപിതാക്കന്മാർ ഓർത്തിരിക്കണം, മക്കൾ നിങ്ങളുടെ സ്നേഹം അറിയണമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് തേടി വെച്ചത് കൊണ്ട് അവരറിയില്ല. നിങ്ങൾ അവർക്ക് മുമ്പിൽ മുറിയപ്പെട്ടതിൻ്റെ, തകർക്കപ്പെട്ടു പോയതിൻ്റെ ഓർമ്മകളൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം. വല്ലപ്പോഴുമൊക്കെ വീടിൻ്റെ ഉള്ളറകളിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കണം, അപ്പനും അമ്മയും കടന്നു പോകുന്ന ത്യാഗം എന്താണെന്ന്, നിങ്ങൾ കടന്നു പോകുന്ന സങ്കടങ്ങൾ എന്താണെന്ന് വല്ലപ്പോഴും ആ കുഞ്ഞുങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും അവരെ കഴിയുകയുള്ളൂ. കുട്ടനാട്ടിലെ ഒരു കർഷക കുടുംബത്തിൽ ഒരപ്പൻ ഏതാണ്ട് 66-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് മരണമടയുകയാണ്. കഠിനാധ്വാനിയായൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ ആർക്കും മുമ്പിൽ ആത്മാഭിമാനം കൈവിടാത്ത ഒരാൾ. 4 മക്കളുള്ള കുടുംബത്തെ അദ്ദേഹം അധ്വാനിച്ച് പോറ്റി വളർത്തി. മക്കളൊക്കെ വളർന്നു നല്ല നിലയിലെത്തുമ്പോൾ അവരപ്പനോട് പറഞ്ഞു, അപ്പൻ ഇനി പണിക്കൊന്നും പോകണ്ട, അദ്ദേഹമെങ്കിലും പാടത്ത് പണിക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കുഴഞ്ഞ് വീണ് മരിക്കുകയാണ്. മക്കളൊക്കെ വന്നു. ഈ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. ഞാൻ ഈ ആൺകുട്ടികൾ ഇത്രയും വാവിട്ട് കരയുന്ന കണ്ടൊരു മൃതസംസ്കാര ശുശ്രൂഷ അതാണ്. 3 ആണും 1 പെൺകൊച്ചുമാണുള്ളത്. ഈ 3 ആൺപിള്ളാരും അപ്പൻ്റെ മൃതദേഹത്തിൽ കിടന്ന് വാവിട്ട് കരയുകയാണ്. ഒരു തരത്തിലാണ് സെമിത്തേരിയിൽ കൊണ്ടുവന്ന അടക്ക ശുശ്രൂഷ നടത്തിയത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഈ മക്കളെല്ലാവരും കൂടെ സെമിത്തേരിയിൽ ഒപ്പിയതിനു ശേഷം മുറി വന്നു. അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പറഞ്ഞു, അപ്പനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊക്കെ ഹൃദയത്തിലുണ്ടാകണം. അപ്പൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇതെല്ലാം അവരിങ്ങനെ ശാന്തമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ മൂത്ത മകനോട് മറുപടി പറയുന്നുണ്ട്, അച്ഛാ, ഞങ്ങളുടെ അപ്പൻ അഭിമാനിയായിരുന്നു. ആർക്കും മുമ്പിൽ ഒന്നിനും വേണ്ടി തലകുനിക്കാത്തരാൾ. വീട്ടിൽ പട്ടിണി കിടന്നപ്പോഴും അദ്ദേഹം ആർക്കും മുമ്പിൽ കൈനീട്ടിയില്ല. അധ്വാനത്തിന്റെ ഫലം കൊണ്ട് മാത്രം ഞങ്ങളെ വളർത്തി വലുതാക്കി. ഞാനിങ്ങനെ ഒന്ന് ഓർക്കുക, അച്ഛാ, ഞങ്ങളൊക്കെ വളർന്ന് വലുതായപ്പോൾ അപ്പൻ്റെ സങ്കടത്തിൻ്റെ വഴികൾ ഞങ്ങൾ മറന്ന് അപ്പനെ എങ്ങാനും മറന്നു പോകാതിരിക്കാനായിട്ട് ഈശോ അപ്പനെ നേരത്തെ കൊണ്ടുപോയതാ. ഞങ്ങൾ വളർന്ന് വലുതായപ്പോ, ഞങ്ങളൊക്കെ സമ്പന്നരായപ്പോ അപ്പൻ്റെ സങ്കടത്തിൻ്റെ വഴികൾ മറന്നു പോകാതിരിക്കാൻ അഭിമാനിയായ അപ്പനെ ദൈവം കൊണ്ടുപോയെന്നൊരു മകൻ പറയുമ്പോ ആ അപ്പൻ കുരിശിലെ ബലിയായിട്ട് മാറിയ ഒരാളാണ്. കുടുംബത്തെ കുരിശിന്റെ ബലിയിലൂടെ സ്വയം മുറിച്ചു കൊടുത്തുകൊണ്ട് രക്ഷകനായിട്ട് മാറിയൊരു അപ്പൻ്റെ ഓർമ്മയാണത്. ഇതാണ് കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാര് മക്കൾക്ക് കൊടുക്കേണ്ട ഓർമ്മകൾ എന്ന് പറയുന്നത്. തേടി വെച്ചതിൻ്റെ ഓർമ്മകളല്ല, മുറിച്ചു കൊടുത്തതിൻ്റെ ഓർമ്മകളിൽ മക്കൾ നിങ്ങളെ ഓർക്കണം. നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിൽ ഈ സ്നേഹം മറന്നു പോകുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വിശുദ്ധമായ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ നമുക്ക് ഈ കുർബാനയിൽ നിന്ന് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ കുരിശിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് കൃപയാകണം. നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.